ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ വിജിത. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിജിതാസ് വൈബ്രൻറ്റ് വിഷൻസ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി വ്ളോഗാണ്, ഒരു ഈവനിങ് സ്റ്റഡി വ്ളോഗ്. ഇപ്പം സമയം ഒരു 4-4:30 ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പം ഒരാൾ എൻ്റെ അടുത്ത്, ഒരു സബ്സ്ക്രൈബർ കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി സ്റ്റഡി വ്ളോഗ് ചെയ്യോ എന്ന് കുറച്ച് വീഡിയോസിൻ്റെ അടിയിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആസ് എ ബിഗിനർ നിങ്ങൾ ഓരോരുത്തരുടെ റിക്വസ്റ്റും ഞാൻ അത്രത്തോളം കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ പറയുന്ന വീഡിയോ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് മുന്നേ ദിവസമായിട്ട്, അതായത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇത്തിരി പനിയൊക്കെ പിടിച്ച് ഇത്തിരി ശോകമായിരുന്നു. പനിയില്ല, ജലദോഷമാണ്, ഇത്തിരി മാറാതിരിക്കുകയായിരുന്നു ജലദോഷമൊക്കെ. ഇപ്പം ഇത്തിരി ഭേദമുണ്ട്. അപ്പം ഞാൻ ഇന്ന് എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും സ്റ്റഡി വ്ളോഗ് എന്ന് പറയുമ്പോൾ എങ്ങനെ എടുക്കണം എന്നുള്ളതൊന്നും എനിക്ക് ഐഡിയ ഇല്ല. എന്നാലും ഈ ഒരു സമയത്ത് ഇപ്പം ഞാൻ എങ്ങനെയൊക്കെ പഠിക്കുന്നു എന്നൊന്ന് നമുക്കിങ്ങനെ കണ്ട് പോവാം, അത്രയേ ഉള്ളൂ. ഇന്ന് ഞാനിപ്പം രാവിലെയൊക്കെ കുറച്ച് സമയമൊക്കെ പഠിക്കുകയൊക്കെ ചെയ്തു. ഇന്ന് ലീവാണ്, ഇലക്ഷൻ്റെ ഇത് പ്രമാണിച്ചുള്ള ലീവാണിന്ന്. അപ്പം രാവിലെ കുറച്ച് സമയം പഠിക്കുകയൊക്കെ ചെയ്തു. ഉച്ചയ്ക്കും കുറച്ച് പഠിച്ചു. ഉച്ചയ്ക്കാണ് ഞാൻ പൊളിറ്റിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ഇപ്പം ഞാൻ പൊളിറ്റിക്സാണ് പഠിക്കാൻ സെലക്ട് ചെയ്തത്. അപ്പം ഞാനിങ്ങനെ പഠിക്കുന്ന സമയത്ത് ഇതിലിപ്പം എക്സാമിന്, ക്രിസ്മസ് എക്സാമിന് വരുന്നത് എന്ന് പറയുന്നത് 15-16 ചാപ്റ്റർ വരുന്നുണ്ട്. ടോട്ടൽ 18 ചാപ്റ്ററേ ഉള്ളൂ. അതിലത്തെ ഒരു 10-11 ചാപ്റ്ററൊക്കെ, 11-12ഓളം ചാപ്റ്ററൊക്കെ ഞാൻ പഠിച്ചു വെച്ച ചാപ്റ്ററുകളാണ്. എങ്കിലും അത് ക്ലാസ്സിൽ എക്സാം ഇടുന്ന സമയത്ത് പഠിച്ചതാണ്. ഒന്നും കൂടി അതൊക്കെ ഒന്ന് വൃത്തിക്ക് തറാക്കിയിട്ട് മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുമ്മാ നമ്മളതൊക്കെ വായിച്ച് പോകുമ്പം അതൊരു പാസീവായിട്ടുള്ള റിവിഷൻ മാത്രമേ ആവുള്ളൂ. ഒരു ആക്റ്റീവ് റീകാളിങ് ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് വായിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ എഴുതുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിഷ്യലാണ്. അപ്പം ഞാൻ ഇപ്പം കുറച്ച് മുമ്പ് മേലൊക്കെ കഴുകണതിൻ്റെ മുമ്പ് ഉച്ചയ്ക്ക് ഇത്തിരി പൊളിറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ, അതുപോലെ ഒന്ന് ജസ്റ്റ് ഷോർട്ട് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തു. സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ ഞാൻ മേലൊക്കെ കഴുകി വന്നിട്ട് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതുപോലെ ഞാനൊരു പഴയ നോട്ട് ബുക്കിൻ്റെ പേജ്, യൂസ് ചെയ്ത പേജൊക്കെ കീറി വെച്ചത്, ഇത്തിരി ബാക്കി പേജിലൊരു പഴയ നോട്ട് ബുക്ക് എടുത്തിട്ടുണ്ട്. ഇതേപോലെ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇങ്ങനെയാണ് ഞാൻ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക എങ്ങനെയാണെന്നും ഞാൻ പണ്ടിട്ട വീഡിയോയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കുട്ടികൾ. ഞാനിതുപോലെയാണ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. ജസ്റ്റ് ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര ചുരുക്കിയിട്ട്, ഇത് ചിലപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളത് എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം ഓരോ വേർഡ്സിനെയൊക്കെ ഞാൻ ചുരുക്കിയിട്ട് 2 അക്ഷരമൊക്കെ ആയിട്ടാക്കിയിരിക്കും ഇതിൽ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ മെയിൻ പോയിൻറ്റ്സൊക്കെ ഇത്തിരി കളറൊക്കെ കൊടുത്ത് എഴുതി. ഇതുപോലുള്ള ഷോർട്ട് നോട്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമിൻ്റെ സമയത്ത് ഇതങ്ങോട്ട് വായിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഓർമ്മ കിട്ടും, ഭയങ്കര ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോട്ട് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഇത് നോട്ട് ബുക്കാണ്, നോട്ടും ടെക്സ്റ്റും ഒന്നിച്ച് വെച്ച് അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ നമ്മൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് വേണമെങ്കിൽ നമുക്ക് ഇത് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അധികം പറഞ്ഞുകൊണ്ടിരിക്കാതെ തുടരാം. എൻ്റെ 2ാമത്തെ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ തുടരട്ടെ. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 5:40 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു ബ്രേക്ക് എടുക്കാം. അപ്പോൾ ഇനി കുറച്ച് നേരം എനിക്ക് ഭക്ഷണം കഴിക്കണം ഇനി പോയിട്ട്. അത് കഴിഞ്ഞിട്ട് സന്ധ്യ ആയി കഴിഞ്ഞാൽ നാമജല്ലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാനിരിക്കുള്ളൂ. കുറച്ചൊരു ലോങ് ബ്രേക്ക് ആയിരിക്കും ഇത്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി പഠിക്കുക. അപ്പോൾ നമുക്ക് പോവാം. ഇപ്പോഴത്തെ പഠിപ്പ് ഇവിടെ ഇപ്പം താൽക്കാലികമായിട്ട് നിർത്തി വയ്ക്കാം. വൈകുന്നേരം ഈ ഒരു നേരമൊക്കെ ആകുമ്പോഴേക്കൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടാവും. പിന്നെ രാത്രി ഒന്നും കഴിക്കില്ല. സ്കൂളിലുള്ള ദിവസമാണെങ്കിലും അല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിലും ഈ ഒരു നേരത്തൊക്കെ കഴിക്കും. പിന്നെ രാത്രി കഴിക്കില്ല. എന്തെങ്കിലും ഇന്നിപ്പോൾ ചപ്പാത്തിയും പൂരിയൊക്കെയാണ്. ചപ്പാത്തിയും അത് കഴിഞ്ഞ് ഒരു കുഞ്ഞിപ്പഴവും. കല്യാണി ജഗതി കന്ദ കരുണാരസ സാഗര കലാവതി കലാലാഭ കാദംബരി പ്രിയ. ഇനിയുള്ളത് സ്ഥിരം എന്നെ കൊണ്ട് അമ്മ നിർബന്ധിപ്പിച്ച് ചെയ്യിക്കുന്ന ഒരു ചടങ്ങാണ്. ഞാൻ 4 വയസ്സാകുമ്പോൾ മുതലേറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ എന്നെ കൊണ്ട് നിർത്താൻ സമ്മതിച്ചില്ല. +2 പഠിക്കുന്ന എൻ്റെ കൈയക്ഷരം ഇനിയും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് മലയാളവും ഇംഗ്ലീഷും കോപ്പി അമ്മ എപ്പോഴും എഴുതിക്കും. അത് അന്ന് ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പം മുതൽ തുടങ്ങിച്ചത് ഇതുവരെ എന്നെ കൊണ്ട് നിർത്താൻ സമ്മതിച്ചിട്ടില്ല. എന്നാൽ കൈയക്ഷരം വലിയ ഭംഗിയുണ്ടോ ചോദിച്ചാൽ അത്ര ഭംഗിയൊന്നുമില്ല. എന്നാലും എഴുതണത് ഈശ്വരൻ്റെ നാമല്ലേ വെച്ചിട്ടും അമ്മ പറഞ്ഞത് അനുസരിക്കാതിരിക്കണ്ടെന്ന് വെച്ചിട്ടും ഞാനങ്ങോട്ട് എഴുതണു, അത്രേ ഉള്ളൂ.
ആയിട്ടൊന്നുമില്ല. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരൊറ്റ സബ്ജക്റ്റ് ഇങ്ങനെ പഠിച്ചുകൊണ്ട് ഇത് മാത്രമേ കാണിക്കാനുള്ളൂ. എക്സാം എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് തന്നെ ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ പഠിച്ചു പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ മാറ്റി മാറ്റിയൊക്കെ പഠിക്കും. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ച് തീർക്കണമല്ലോ, അതുകൊണ്ട് ഒരു സബ്ജക്റ്റ് തന്നെ ഇങ്ങനെ നോക്കി നോക്കി പോവുകയാണ് ഓരോ ദിവസങ്ങളിലായിട്ട്. അപ്പോൾ ഇതൊന്നുമില്ല, ഒരു 7-7:15 ആകുമ്പോഴേക്കും ഞാൻ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒന്നെണീറ്റ് വെള്ളമൊക്കെ കുടിച്ചു, വെറുതെ ഒന്നെണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, തേരാപ്പാര. പിന്നെയും വന്നിരുന്നു, പിന്നെയും കുറേ എഴുതി. ഇപ്പോൾ സമയം കറക്റ്റ് ഇതാ ഏകദേശം 8:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഇരിക്കില്ല, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ബാക്കി നാളെ പഠിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നല്ല ഉറക്കം വരണതുകൊണ്ട് പോയി ഉറങ്ങാം. അധികം ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പഠിക്കാനിരിക്കില്ല. കാരണം രാവിലെ ഞാൻ നേരത്തെ എണീറ്റ് പഠിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, നമുക്ക് രാവിലെ നോക്കാം. രാത്രി അധിക സമയം ഞാൻ അങ്ങനെ ഇരിക്കാറില്ല. എന്നാലും ഒരു അധികമൊക്കെ നല്ലോണം പഠിക്കാനുണ്ടെങ്കിൽ ഒരു 10 മണി വരെയൊക്കെ ഇരിക്കുന്ന ദിവസങ്ങളുണ്ട്. എന്നാലും അധിക ദിവസവും 9 മണീൻ്റെ മുന്നേ ഞാൻ ഉറങ്ങാറാണ് പതിവ്. ഇപ്പം എന്തായാലും 8:30 ആയപ്പോഴേക്കും നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പം ഇനി ബാക്കി നാളെ പഠിച്ച് തീർക്കാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്കിവിടെ നിർത്താം. ശുഭരാത്രി. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.